ഇനി എല്ലാവർക്കും ലോൺ, എല്ലാവർക്കും ഫോൺ. 0% പലിശരഹിത വായ്പാ സംവിധാനത്തോടുകൂടി ഞങ്ങളുടെ പൂക്കോട്ടുംപാടം കരുവാരുകുണ്ട് ഷോറൂമുകളിൽ നിന്നും. മോഡോക് യുവർ മൊബൈൽ ഡോക്ടർ, പൂക്കോട്ടുംപാടം ബ്രാഞ്ച്, കരുവാരുകുണ്ട്. പൂക്കോട്ടുംപാടം TK കോളനിയിലെ കുടിവെള്ള സ്രോതസ്സായ കോട്ടപ്പുഴ വിനോദസഞ്ചാരികൾ മലിനമാക്കുന്നത് തടയുന്നതിനായി നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അമരമ്പലം പഞ്ചായത്ത് പ്രസിഡന്റിന് നിവേദനം നൽകി. TK കോളനി ഗ്രന്ഥശാല പ്രവർത്തകരും നാട്ടുകാരുമാണ് നിവേദനം നൽകിയത്. ഞങ്ങളുടെ ആ പ്രദേശത്തുള്ള ആൾക്കാർ മുഴുവൻ ആശ്രയിക്കുന്നത് ഈ പുഴയാണ്. കുടിക്കാൻ വെള്ള ആവശ്യങ്ങൾക്കെല്ലാം ആശ്രയിക്കുന്നത് ഈ പുഴയാണ്. കിണർ കുത്തിയ വെള്ളം കണ്ടല്ലോ, പാറയല്ലേ. പ്രദേശത്ത് കിണറുകളില്ലാത്തതിനാൽ 100ഓളം കുടുംബങ്ങൾക്ക് കുടിവെള്ളത്തിനായി ഏക ആശ്രയമാണ് കോട്ടപ്പുഴ. കുടിക്കാനും മറ്റാവശ്യങ്ങൾക്കുമായി പൂർണ്ണമായും കോട്ടപ്പുഴയെയാണ് ഇവിടുത്തുകാർ ആശ്രയിക്കുന്നത്. പുഴയിൽ വെള്ളം കുറഞ്ഞ സമയങ്ങളിലെത്തുന്ന സഞ്ചാരികൾ ഭക്ഷണാവശിഷ്ടങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും പുഴയിലും പരിസരങ്ങളിലും ഉപേക്ഷിച്ചു പോകുന്നത് പതിവാകുന്നുണ്ട്. ഇതിനൊരു പരിഹാരം കാണുന്നതിനും പുഴയിലെ വെള്ളത്തിന്റെ ശുചിത്വം ഉറപ്പുവരുത്തുന്നതിനുമാണ് നിവേദനം നൽകിയത്. പഞ്ചായത്ത് അംഗങ്ങളായ രമ്യ, ബിന്ദു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അമീർ വള്ളിക്കാടൻ, ജോബിൻ, ഗ്രന്ഥശാല പ്രതിനിധികളായ സമീർ അലി, റാഫി വലമ്പൂർ, അഭിജിത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു. അമരമ്പലം ഗ്രാമപഞ്ചായത്തിലെ TK കോളനി എന്ന പ്രദേശം നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരുപാട് ടൂറിസ്റ്റുകൾ കോട്ടപ്പുഴ കേന്ദ്രീകരിച്ച് വരുന്നൊരു പ്രദേശമാണ്. അവിടുത്തെ മാത്രമല്ല, TK കോളനി മാത്രമല്ല, പൊട്ടിക്കലത്തെ ആളുകളടക്കം ആ കോട്ടപ്പുഴ തന്നെയാണ് ഒരു കുടിവെള്ളത്തിന് വേണ്ടി ആശ്രയിക്കുന്നത്. എന്നാൽ ഈ ടൂറിസ്റ്റുകൾ വരുമ്പം അവരവിടെ ഭക്ഷണം ഉണ്ടാക്കിയിട്ടും മറ്റ് പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഈ കോട്ടപ്പുഴയുടെ ഭാഗത്ത് തള്ളി പോവുകയാണ്. ഈ പ്ലാസ്റ്റിക് മാലിന്യം തള്ളുന്നതോടുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അവിടുത്തെ പ്രദേശവാസികൾക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം അവര് കുടിവെള്ളം സ്രോതസ് എന്ന് പറഞ്ഞാൽ ഈ കോട്ടപ്പുഴയിൽ നിന്ന് വരുന്ന ഈ വെള്ളമാണ്. മലയോര പ്രദേശം ആയതുകൊണ്ട് തന്നെ കിണറുകൾ കുത്താനുള്ള പരിമിതികൾ അവർക്കുണ്ട്. ഈ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ TK കോളനി പ്രദേശവാസികൾ ജനകീയമായ ഒരു പരാതി അമരമ്പലം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി മുൻപാകെ തന്നിട്ടുണ്ട്. അതിനുചിതമായ ആ പ്രദേശവാസികൾക്ക് ഉചിതമായ ഒരു തീരുമാനം ഭരണസമിതിന്റെ ഭാഗത്തുനിന്നുണ്ടാവും. കൂടാതെ പോലീസിനെ ഒക്കെ ഉൾപ്പെടുത്തി അവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കാനും അവരുടെ സഹകരണങ്ങൾ ഉറപ്പുവരുത്താനും വേണ്ട നടപടിക്രമങ്ങൾ പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്തുനിന്നുണ്ടാവുമെന്ന് അറിയിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പൂക്കോട്ടുംപാടം.